നമസ്കാരം. കേരളത്തിലെ നമ്പർ 1 സ്ഥാപനങ്ങളിലൊന്നാണ് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോഴും പൊതുജനങ്ങളുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടരുകയാണ്. പൊതുജനങ്ങളുടെ ദുരിതം തീരാതെ തുടരുന്നു. കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരിക്കുന്നവരുടെ എണ്ണമെടുത്താൽ അക്കൂട്ടത്തിൽ ഏറ്റവും അധികം ഉള്ളതാകട്ടെ വനവാസികളാണ്. കൃത്യമായ ആശുപത്രി സൗകര്യങ്ങളോ ആശുപത്രിയിലേക്ക് എത്താനുള്ള മാർഗമോ ഇല്ലാത്തതാണ് ഇവരെ ഇത്തരത്തിൽ ശ്വാസം മുട്ടിക്കുന്നത്. ഇപ്പോഴിതാ അസുഖം കൂടുതലായതിനെ തുടർന്ന് ഒരു വനവാസിയായ വൃദ്ധനെ തുണിസഞ്ചിയിലേറ്റി നാട്ടുകാർ സാഹസികമായി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. നെല്ലിയാമ്പതി വനമേഖലയിലെ ചെള്ളിക്കായത്ത് താമസിക്കുന്ന അപ്പുക്കുട്ടൻ എന്ന വ്യക്തിയെയാണ് സാഹസികമായി ആശുപത്രിയിൽ എത്തിക്കുന്നത്. അസുഖം കൂടുതലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികൾ ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ തുണിയിൽ കെട്ടിക്കൊണ്ട് കൊണ്ടുപോകുകയായിരുന്നു. പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങളെ തുടർന്ന് അപ്പുക്കുട്ടന്റെ വലതു കൈയും കാലും തളർന്നു കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ട്. സംസാരശേഷി പോലും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഇയാൾക്ക് ഒരു ചികിത്സയും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. വനത്തിനുള്ളിലെ ഒരു പാറയിടുക്കിൽ ടാർപോളിൻ വലിച്ചു കെട്ടിയാണ് ഇയാൾ കുടുംബമായി അവിടെ താമസിക്കുന്നത്. തുണിസഞ്ചിയിലെത്തി 3 കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് ഇയാളെ സമീപവാസികൾ കഴിഞ്ഞ ദിവസം റോഡിലെത്തിച്ചത്. നെന്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്ത നിരന്തരമായി പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും ഇതൊന്നും സർക്കാരിന് യാതൊരു പ്രശ്നമുള്ള കാര്യമായി തോന്നുന്നേ ഇല്ല എന്നതാണ് ദയനീയാവസ്ഥ. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം പോയാൽ ചികിത്സ കിട്ടില്ല എന്നും ആവശ്യത്തിനുള്ള മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടി ഒരു യുവാവ് ഒരു ചാനൽ ചർച്ചയിൽ രംഗത്തെത്തി. ആ ആളോട് ചിന്താ ജെറോം എന്ന സഖാവ് പറഞ്ഞ മറുപടി അത് കേട്ടാൽ തന്നെ വ്യക്തമാകും ഇടത് സർക്കാർ എത്രത്തോളം പ്രാധാന്യമാണ് ഈ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്നത് എന്നതിനെ കുറിച്ച്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കവെയാണ് സഖാവ് ഇങ്ങനെയൊരു പ്രസംഗം നടത്തുന്നത്. അതായത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം നെഞ്ചുവേദനയായിട്ട് ഒരാൾ പോയാൽ നേരെ അയാളെ മെഡിക്കൽ കോളേജിലേക്ക് എഴുതുന്നതാണ് പതിവ്. അവിടെ പാരസെറ്റമോളിന്റെ ഇൻഫ്യൂഷനോ ഡൈക്ലോഫെനാക്കിന്റെ ഇൻജക്ഷനോ IV സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ആണുള്ളത്. വൈകിട്ട് 6 മണിക്ക് ശേഷം പാവപ്പെട്ട ഒരാൾക്ക് അപകടമുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ആംബുലൻസിന്റെ ആവശ്യം വേണമെന്ന് പറഞ്ഞാൽ ആ ആംബുലൻസ് വിട്ടുകൊടുക്കില്ല എന്നും ആ യുവാവ് ചൂണ്ടിക്കാട്ടി. പിന്നെന്തിനാണ് കൊല്ലം കോർപ്പറേഷനിൽ ഈ ആംബുലൻസ് കെട്ടിക്കിടക്കുന്നത് എന്നതായിരുന്നു അവർ ചോദിച്ചത്. CPM പ്രതിനിധിയായ ചിന്താ ജെറോം ഇതിന് നൽകിയിരിക്കുന്ന മറുപടി ജനങ്ങൾ തന്നെ വാപൊത്തിച്ചിരിക്കുന്ന തരത്തിലായിരുന്നു. അതായത് ഇതിനോട് ഉറച്ച ശബ്ദത്തിൽ ചിന്താ ജെറോം പ്രതികരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായി തന്നെ ഇത് നാം എടുക്കേണ്ടിയിരിക്കുന്നു. എവിടുന്ന് കിട്ടിയതാണ് ഈ വിവരം എന്നാണ് അവർ ചോദിക്കുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് തങ്ങളെന്നും അതുകൊണ്ട് തങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉയർന്നവരാണ് എന്ന് തന്നെയാണ് ചിന്താ ജെറോം കാട്ടാൻ ശ്രമിച്ചത്. മരുന്നും ചികിത്സയും ഇല്ല എങ്കിലും പൊതിച്ചോറുണ്ടല്ലോ എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം. ആശുപത്രിയിൽ പൊതിച്ചോറ് മാത്രമല്ല മരുന്നും ചികിത്സയുമാണ് വേണ്ടതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും ഇത് പറഞ്ഞു. എന്നാൽ ഇതോടെ CPMന്റെ മുഖം രക്ഷിക്കാനുള്ള ചിന്താ ജെറോമിന്റെ പ്രതികരണങ്ങൾക്ക് തടസ്സമുണ്ടായി. എങ്കിൽ പോലും ഇതൊന്നും പിണറായി സർക്കാരിന്റെ ചെവിയിൽ എത്തുകയോ കണ്ണു തുറപ്പിക്കുകയോ ഇല്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്നാലും ഇടത് സർക്കാരിന്റെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ ചിന്താ ജെറോമിന്റെ ഈ ഒരു പ്രതികരണം തന്നെ വ്യക്തമാണ്. ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറ് കൊണ്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉള്ളൂ എന്ന രീതിയിലാണ് സഖാക്കന്മാർ വാദങ്ങൾ ഉന്നയിക്കുന്നത്.